ഒരുപാട് ആത്മീയമായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി. മനസ്സിൽ ഒരു നിമിഷം പോലും ചിന്തിക്കാത്തൊരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഈ ശുശ്രൂഷയ്ക്കും എനിക്കുമെതിരെ വലിയൊരു ആരോപണവുമായിട്ട് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചൊരു അനുഭവം ഉണ്ടായി പ്രതീക്ഷിക്കാത്ത സമയത്ത്. അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു മനസ്സുകൊണ്ട്. ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ, എനിക്കറിയില്ല ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന്. പക്ഷേ എൻ്റെ കൊച്ചു ബുദ്ധിയിൽ ഞാൻ ചിന്തിക്കുന്നു, ഈശോയെ അവിടുന്ന് പ്രവർത്തിക്കണേ. ഒരു നിമിഷം പോലും ആ തെറ്റ് ചെയ്യാൻ ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ. ഈശോയോട് പറഞ്ഞു, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാനൊന്ന് തീരുമാനിക്കുക. ഇത് അമ്മയോട് ചേർന്ന് തീരുമാനിക്കുമ്പോൾ ദൈവഹിതമാണോ അല്ലെന്നൊന്നും അറിയില്ല. അമ്മ ദൈവഹിതമല്ലേ പ്രവർത്തിക്കുള്ളൂ. എൻ്റെ ഈശോ, എനിക്ക് അങ്ങ് പറഞ്ഞു തരണം. പരിശുദ്ധ അമ്മയിലൂടെ മനസ്സിലാക്കി തന്നാൽ മതി. ഇത് അവിടുന്ന് അനുവദിച്ച സഹനമാണോ, അല്ലെങ്കിൽ ഇത് സാത്താൻ പ്രവർത്തിക്കുന്നതാണോ? സഹനമാണെങ്കിൽ സ്വീകരിക്കാനുള്ള ശക്തി തന്ന് എനിക്കിതിനുള്ള ഉത്തരം തരണേ. ഇങ്ങനെയുള്ളൊരു ഉത്തരം കിട്ടുന്നത് വരെ ഞാൻ വെള്ളം കുടിക്കുകയോ ഒരു വറ്റു ഭക്ഷണം കഴിക്കുകയോ പോലും ചെയ്യാതെ പ്രാർത്ഥിച്ചോളാം ഈശോ. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3-ാം ദിവസം ഞാനൊന്നും കഴിക്കുന്നില്ല. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, മറ്റൊന്നും കഴിക്കുന്നില്ല. 3-ാം ദിവസം എൻ്റെ ആത്മീയ പിതാവ് കുളത്തുവയലിൽ നിന്ന് ഇവിടെ വന്നു. അച്ഛൻ എന്നോട് ചോദിച്ചു, ബഹുമാനപ്പെട്ട വർക്കിയച്ഛനും CJ വർക്കിയച്ഛനും അബ്രാഹം അച്ഛനും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സന്ദേശം കിട്ടി, ഇവിടെ വന്ന് റാണിയെ എന്തിനു ഉപവസിക്കുന്നു എന്ന് ചോദിക്കാനായിട്ട്. അങ്ങനെ അച്ഛൻ വന്നത്. അച്ഛൻ ഇവിടെ വന്ന് എന്നോട് ചോദിച്ചു. അതുവരെ ഞാൻ ആരുടെ അടുത്തും ഒന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷേ ഈ ന്യൂസ് എല്ലായിടത്തും പലയിടത്തും സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛനോട് ഞാൻ കാര്യം പറഞ്ഞു. അച്ഛൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊണ്ടുവന്ന് ആശീർവദിച്ച് എനിക്ക് തന്നിട്ട് പറഞ്ഞു, റാണി ഇപ്പോൾ ഇത് കുടിച്ചു, അനുസരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഉപവാസം നിർത്തണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ദിവസത്തിൽ ഒരു നേരം ഭക്ഷണം കഴിക്കണം, രാത്രിയെങ്കിലും. ഓ അച്ഛോ, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അന്ന് മുതൽ രാത്രി 2 പീസ് ബ്രെഡോ അല്ലെങ്കിൽ അല്പം കഞ്ഞിയോ കുടിച്ച് ഉപവാസം നീണ്ടു. പ്രാർത്ഥന തുടർന്നു. എൻ്റെ കണ്ണുനീര് ബാക്കിയില്ലാത്ത ഒരു വേദനയായിരുന്നു മാറി ആ അനുഭവം. ആ സമയങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്ന സമയമാണ്. പക്ഷേ 3 മാസത്തേക്ക് എനിക്ക് ഒരു പ്രത്യക്ഷപ്പെടലും ഉണ്ടായില്ല. എനിക്കൊരു സന്ദേശം ലഭിച്ചില്ല. ഞാൻ ഇരുണ്ട രാത്രികളിലോ അല്ലെങ്കിൽ വരണ്ട മരുഭൂമിയിലാണോ എന്ന് തോന്നിപ്പിക്കുന്ന അനുഭവങ്ങൾ. പല വാർത്തകളും പലരിൽ നിന്നും കേട്ടുകൊണ്ടിരുന്നു. അവഹേളനങ്ങളും തിരസ്കരണങ്ങളും കളിയാക്കലുകളും. 3 മാസം തികയുന്ന അന്ന് രൂപക്കൂട് ഇവിടെ വെച്ചിരിക്കുന്ന പുതിയ രൂപക്കൂട് പണിത് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം ജപമാലയോടുകൂടെ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന നാളുകളാണ്. 3 മാസം തികയുന്നു. രാത്രി 1:30 ഞാൻ രൂപക്കൂടിൻ്റെ മുൻപിൽ മുട്ടുകുത്തിക്കൊണ്ട് കൈവിരിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, എനിക്ക് ഉത്തരം തരണേ. ഞാൻ പാപിയാ, ഞാൻ ബലഹീനയാ, പക്ഷെ ഇപ്പോൾ ആരോപിക്കുന്ന ഈ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല ഈശോയെ. നിലവിളിച്ചുകൊണ്ടിരുന്നു. നിലവിളിക്കുന്നുണ്ടെങ്കിൽ കണ്ണിൽ നിന്ന് കണ്ണീരില്ല, വറ്റിപ്പോയതുപോലെ. അന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഒരു പ്രത്യേക അനുഭവത്തിലൂടെ ഈ അപവാദങ്ങൾ പരത്തിയ വ്യക്തിയെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, നിനക്ക് ക്ഷമിക്കാൻ സാധിക്കുമോ? അമ്മയോട് എനിക്ക് പറയാനുണ്ട്. അമ്മേ, ഈ 3 മാസം അമ്മ എവിടെയായിരുന്നു? അമ്മയുടെ കുഞ്ഞ് കിടന്ന് വിഷമിച്ചത് അമ്മ അറിഞ്ഞില്ലേ അമ്മേ എന്നായിരുന്നു എൻ്റെ മറുപടിക്കുള്ള ചോദ്യം. അമ്മ പറഞ്ഞു, കുഞ്ഞേ, നിന്നെ ഞാനോ ഈശോയോ സ്നേഹിക്കാഞ്ഞിട്ടല്ല, സ്നേഹിക്കുന്നത് കൊണ്ടാ. എന്താണെന്നോ, പിശാച് പരാതിയുമായി പരമോന്നതനെ സമീപിച്ചു. നീ ഇടയ്ക്കിടെ സ്വർഗത്തിൽ നിന്ന് റാണിയെ സന്ദർശിക്കാനായി അനുവദിക്കുന്നത് കൊണ്ടാണ് അവൾ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്നത്. ഈ പരീക്ഷണ കാലഘട്ടത്തിൽ അവൾ തകരുന്നത് കാണിച്ചു തരാമെന്ന് ഈശോ പിശാചിന് ഉറപ്പ് കൊടുത്തു. എൻ്റെ മകൾ തകരില്ല, പുറകോട്ട് മറയില്ല, പുറകോട്ട് കാൽ വയ്ക്കില്ലെന്ന്. കുഞ്ഞെ, നീ ഈശോയെ വിശ്വസിക്കുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനേക്കാൾ ഈശോ നിന്നെ വിശ്വസിക്കുന്നു. നീ അവിടുത്തെ വിശ്വസ്ത ദാസിയായിട്ട് നിലകൊള്ളുമെന്ന്. അത് തെറ്റാണോ? ഒരിക്കലും അല്ല അമ്മേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞപ്പോൾ മാതാവ് ഒരു വശത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഈശോ കുരിശിൽ കിടന്ന് ഒരു പുഴുവിനെ പോലെ പിടയുന്ന കർത്താവിൻ്റെ തിരുശരീരത്തിൽ നിന്ന് ഓരോ മുറിവുകളിൽ നിന്നും ഒരു കുടം എന്ന് പറയാവുന്നത് പോലെ രക്തം ഒഴുകുന്നു.
വേദന കൊണ്ട് ഈശോ പിടയുന്നു. ആ കാഴ്ച, ആ ദർശനം കാണിച്ചു തന്നിട്ട് അമ്മ ചോദിച്ചു, എൻ്റെ മകനെ ഇതുപോലെ ആക്കിയവരോട് എൻ്റെ കുഞ്ഞ് ക്ഷമിച്ചോ? ഞാൻ പറഞ്ഞു, ക്ഷമിച്ചു അമ്മേ. വീണ്ടും അമ്മ ചോദിച്ചു, എൻ്റെ മകനെ ചമ്മട്ടി കൊണ്ട് അടിച്ചവരോടും മുൾമുടി ധരിപ്പിച്ചവരോടും കുരിശിലേറ്റിയവരോടും ക്ഷമിച്ചോ? ക്ഷമിച്ചു അമ്മേ, ഞാൻ പറഞ്ഞു. വീണ്ടും അമ്മ ചോദിച്ചു, കുരിശിൽ 3 ആണികളിൽ തൂക്കി ആകാശത്തിനും ഭൂമിക്കും മധ്യേ നാട്ടപ്പെട്ട കുരിശിൽ തൂക്കിയവരോട് എൻ്റെ മകൻ ക്ഷമിച്ചോ? ഞാൻ പറഞ്ഞു, ക്ഷമിച്ചു അമ്മേ. പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു, ഇല്ല, ക്ഷമിച്ചില്ല. ഞാൻ ചോദിച്ചു, അമ്മ എന്താ അങ്ങനെ പറയുന്നേ? തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു, എൻ്റെ പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ എന്ന് ഈശോ പറഞ്ഞതായിട്ട്. ഞാൻ കേട്ടിരിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതും അനേകർക്ക് പറഞ്ഞു കൊടുക്കുന്നതും അതാണല്ലോ അമ്മേ. അപ്പോൾ ഈശോയ്ക്ക് ഇനി ക്ഷമിക്കാനുണ്ടോ? എൻ്റെ അറിവില്ലായ്മയിൽ നിന്നുള്ള ചോദ്യത്തിന് പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നു, എൻ്റെ മകന് ക്ഷമിക്കാൻ ദേഷ്യമുണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അമ്മ പറഞ്ഞു, അതുകൊണ്ടാണ് എൻ്റെ മകൻ പറഞ്ഞത്, പിതാവേ, ഇവരെന്താ ചെയ്യുന്നതെന്ന് ഇവർക്കറിയില്ല. ഈശോയ്ക്കും അറിയാം, പിതാവിനും അറിയാം. ഇത് രക്ഷാകര ദൗത്യത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. ഈ ബലി അർപ്പിക്കപ്പെടുന്നത് വഴി, സഹനത്തിൻ്റെ കാൽവരി ബലി അർപ്പിക്കപ്പെടുന്നത് വഴി മാത്രമാണ് ഈ ദൈവം സൃഷ്ടിച്ച മക്കളുടെ പാപം പരിഹരിക്കപ്പെടുക. ആദ്യ മാതാപിതാക്കൾ വഴി വന്ന പാപം, അതിന് ദൈവമക്കൾ ചെയ്തു കൂട്ടിയ പാപമെല്ലാം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് സഹനം വഴി ദൈവത്തിന്, പിതാവായ ദൈവത്തിന് പരിഹാര ബലി അർപ്പിക്കുന്നത് വഴിയാണ് രക്ഷാകരമായ ദൈവിക ദൗത്യം പൂർത്തീകരിക്കപ്പെടാനായിട്ടുള്ള കാൽവെപ്പുകൾ നടക്കുന്നത് എന്ന് പിതാവിനും ഈശോയ്ക്കും അറിയാം. എല്ലാം സംഗ്രഹിച്ച് കുരിശിൽ ചുവട്ടിൽ നിന്ന അമ്മയ്ക്കറിയാം. എന്നാൽ ഈശോ സഹിച്ചത് മുഴുവനും ഒരു മനുഷ്യനായിട്ടാണ് ആ സഹന ശരീരത്തിൽ ഏറ്റെടുത്തത്. ആ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ സഹനം കൊടുത്തവരോട് ദേഷ്യം തോന്നേണ്ട കാര്യമില്ല. എന്നിട്ട് അമ്മ പറഞ്ഞു, നീ ഈ മകൻ്റെ അനുയായിയായിട്ട് വിളിച്ച വിളിക്ക് പ്രത്യുത്തരം നൽകി ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വേദന, സഹനം സമ്മാനിച്ചവരോട് മനസ്സിൽ ദേഷ്യമോ വെറുപ്പോ ഭാരമോ കൊണ്ടു നടക്കാൻ പാടുള്ളതാണോ? ഇല്ല അമ്മേ, ഒരിക്കലുമില്ല. എൻ്റെ ഈശോയുടെ കുരിശിലെ പിടച്ചിൽ നോക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ള ഭാരം, വേദനയും ഒന്നുമല്ല അമ്മേ. ഇത് ഏറ്റു പറഞ്ഞത് വഴി എൻ്റെ ഹൃദയത്തിൽ നിന്ന് വലിയൊരു ഭാരം നീങ്ങിപ്പോയി. അമ്മ എന്നോട് പറഞ്ഞു, കുഞ്ഞെ, നീ ചെയ്യാത്ത തെറ്റിന് ഇത്തരത്തിലുള്ള സഹനങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നത് മറ്റുള്ളവർ ആരോപിക്കാത്തതോ മറ്റുള്ളവർ ആരോപിക്കുന്നതോ മറ്റുള്ളവർക്ക് അറിയാവുന്നതോ അറിയാത്തതുമായ നിൻ്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. ഇത് നിനക്കൊരു അനുഭവമാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. ആ കാര്യങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് ഈ സഹനം സ്വീകരിക്കുക എന്നുള്ളത് നിൻ്റെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. സഹനം വരപ്രസാദ പീയൂഷമാണെന്ന് അമ്മ പഠിപ്പിച്ചു. അന്നു മുതൽ സഹനം തരുന്നവരെ തിരസ്കരിക്കാതിരിക്കാനും അനുഗ്രഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഈശോ വലിയ കൃപ നൽകി. ഈ ഒരു സാഹചര്യത്തിന് ഇടയാക്കിയ വ്യക്തി 14 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സംസാരിക്കാനും ഇടയാക്കി. ഈശോയുടെ തിരുനാമം അതുവഴി മഹത്വപ്പെടട്ടെ എന്ന് ഇന്നും എന്നും മരണം വരെയും ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഈശോയുടെ മക്കളെ, നമ്മൾ ചെയ്യാത്ത തെറ്റിന് പീഡ അനുഭവിക്കേണ്ടി വരുമ്പോൾ, ചെയ്തതോ നമ്മളിൽ ഉള്ളതോ നമ്മളറിയാതെ നമ്മളിൽ രൂപപ്പെടുന്നതോ ആയിട്ടുള്ള പല തെറ്റുകൾക്കും പരിഹാരം ചെയ്യാൻ ദൈവം ഒരുക്കുന്ന അവസരമാണതെന്ന് ഓർക്കണമേ. ഈശോ സഹനം അനുവദിക്കുന്നത് കൃത്യമായ സമയത്തായിരിക്കും, കൃത്യമായ വ്യക്തികളിലൂടെ ആയിരിക്കും. ഏറ്റവും അടുത്ത് നിൽക്കുന്നു, ഒരു പാത്രത്തിൽ നിന്ന് ഉണ്ണുന്നു, എല്ലാം ഒന്നുപോലെ ചെയ്യുന്നു എന്ന് നമ്മൾ കരുതുന്നവരായിരിക്കാം നമ്മളെ വെട്ടിമുറിക്കാൻ കത്രിക കൊണ്ടുവരിക. അത് യോഗ്യരായവരുടെ കയ്യിലാണ് ഈശോ കത്രിക കൊടുക്കുക. മുറിക്കേണ്ടടുത്താണ് മുറിക്കുക. മുറിക്കുമ്പോഴാണ് അതിൽ നിന്ന് കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാകുക, വളരുക. നമ്മൾ സഹനം ഒരിക്കലും നാശത്തിലേക്കല്ല, ഉയർച്ചയിലേക്കും ക്ഷേമത്തിലേക്കും ഉള്ളതാണെന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിച്ചു തന്നു.
ഈ ആലയത്തിൽ ഇവിടെ ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഇടത്തിലാണ് ആദ്യം തിരുസ്വരൂപങ്ങളെല്ലാം വെച്ചിരുന്നത്. അന്നിവിടെ വെച്ചിരുന്ന ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഈശോയുടെ തിരുമുഖം രക്തമൊഴുകി വേദനയാൽ പിടയുന്ന വികൃതമായൊരു മുഖമെന്ന് മനുഷ്യന് തോന്നുന്ന വിധത്തിൽ മനുഷ്യൻ്റെ സഹനങ്ങൾ ഏറ്റെടുത്ത മുഖമുള്ള ഒരു ഫോട്ടോ ഇവിടെ ഉണ്ടായിരുന്നു. അത് പ്രത്യേകമായ നിർദ്ദേശാനുസരണം പഞ്ചക്ഷത ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ ആ മുഖം കാണുമായിരുന്നു. അതൊന്ന് കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മാതാവ് അത് കൊണ്ടുവന്ന് തരുമെന്നും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുകാരാണ്, അവർക്ക് മെസ്സേജ് കിട്ടിയിട്ട് ആ പിക്ചർ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. അത് ബ്ലെസ് ചെയ്ത് വെച്ചു, ഒരു വൈദികൻ ബ്ലെസ് ചെയ്ത് വെച്ചു. ആ ഈശോയുടെ തിരുമുഖത്ത് നിന്ന് 2 കണ്ണുകളിൽ നിന്നും 3 മണിക്കൂർ സമയം രക്തക്കണ്ണുനീരൊഴുകിയ അനുഭവമുണ്ട്. അനേകർ കാണെ 3 മണിക്കൂറും ഓരോ തുള്ളി കണ്ണുനീരും ഒഴുകിയിട്ട് ഈ താടിയുടെ ഇവിടെ വന്നത് ഡ്രൈ ആവുമായിരുന്നു. താഴോട്ടൊഴുകിയില്ല. 3 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു. അത് 3 പ്രാവശ്യം 3 ദിവസമായിട്ട് ഉണ്ടായി. അന്ന് ഈശോ തന്ന സന്ദേശം ഇപ്രകാരമാണ്: എൻ്റെ മക്കളെ, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അനന്തമാണ്. എന്നാൽ നിങ്ങളെപ്പോലെയുള്ള അനേക മക്കൾ പാപത്തിൻ്റെ അഴുക്കുചാലിൽ കിടന്ന് വീർപ്പ് മുട്ടുന്നു. ആ മക്കൾക്ക് വേണ്ടി ഇന്നും കരയുന്നതാണ് ഞാൻ ഇന്ന് കാണിച്ച ഈ അത്ഭുതത്തിൻ്റെ അർത്ഥം. അതാണ് നിങ്ങൾ ഇന്ന് കാണുന്നത്. എൻ്റെ ഈ കണ്ണുനീരിന് വിലയുണ്ടാകാൻ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ എല്ലാ ദൈവമക്കളും ഈ അത്ഭുതം കണ്ടിട്ട് വാവിട്ട് കരഞ്ഞും അനുതപിച്ച് മനസ്തപിച്ച് പ്രാർത്ഥിച്ച ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്നേ ദിവസം ഇവിടെയൊക്കെ അടിച്ചു തകർക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ വന്ന ഒരു ദിവസമായിരുന്നു. അവരിത് കണ്ടിട്ട് അവരും മാനസാന്തരപ്പെട്ടു പോയതായിട്ട് അനുഭവം. അതുപോലെ ഗാഡലുപ്പെ മാതാവിൻ്റെ വലിയൊരു പിക്ചർ എൻ്റെ ആത്മീയ പിതാവ് മെക്സിക്കോയിൽ പോയ സമയത്ത്, ഗാഡലുപ്പയിൽ പോയ സമയത്ത് അവിടെ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന ഒരു പിക്ചർ ബ്ലെസ് ചെയ്ത് ഇവിടെ പ്രാർത്ഥിച്ചു വെച്ചു. 2000 ജാനുവരി 8-ാം തീയതി ആ പടത്തിൽ നിന്ന് 12 മണിക്കൂർ നേരം സുഗന്ധ ഓയിൽ ഒഴുകിയത് അനേകർക്ക് തുറന്ന കണ്ണുകളെ കൊണ്ട് കണ്ട് അനുഭവിച്ച അനുഭവമായിരുന്നു. അന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തന്ന സന്ദേശം ഇപ്രകാരമായിരുന്നു: എൻ്റെ മക്കളെ, എൻ്റെ വിശുദ്ധിയുടെ കണ്ണുനീരാണ് ഒഴുക്കിക്കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ലോകം പാപത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെ, നിരന്തരം ജപമാല ചൊല്ലി ഈ വിശുദ്ധിയുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ സമർപ്പിച്ചിട്ട് എൻ്റെ അങ്കി കൊണ്ട് പൊതിയപ്പെടാൻ ആഗ്രഹിച്ച് ദൈവിക സ്വാതന്ത്ര്യം അനുഭവിച്ച് വിശുദ്ധിയിൽ മക്കൾ ജീവിക്കണം എന്നുള്ള സന്ദേശമാണ് പരിശുദ്ധ അമ്മ തന്നത്. ഈ പടങ്ങളെല്ലാം ഇവിടെയായിരുന്നു ആദ്യം വെച്ചിരുന്നത്. പുതുതായി ചാപ്പൽ പണിതപ്പം അങ്ങോട്ട് രൂപക്കൂടും ഈ പടങ്ങളും എല്ലാം മാറ്റി. ചാപ്പൽ പണിതു എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു അനുഭവമുണ്ട്. ഇന്ന് നിലനിൽക്കുന്ന ഈ ചാപ്പൽ ആദ്യം ഒരു തൊഴുത്തായിരുന്നു. ഞങ്ങൾ ഈ വീട് വാങ്ങുമ്പോൾ ചെറിയൊരു വീട്, അധികം ഹൈറ്റില്ല. ഈ അനുഭവത്തിന് ശേഷം അനേക മക്കൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എല്ലാവരും ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് ബെഡ്റൂമെന്നോ കിച്ചണെന്നോ ഹാളെന്നോ വ്യത്യാസമില്ലാതെ ദൈവജനം നിറഞ്ഞു നിൽക്കും. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അകത്തും പുറത്തൊക്കെ ജനങ്ങളായിരിക്കും, വഴിയിലും ജനങ്ങളായിരിക്കും. കൺട്രോൾ ചെയ്യാൻ പുറത്തുനിന്ന് ഇടവകയിൽ നിന്നൊക്കെ പലരും സഹായിച്ച സമയങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പലരും പറഞ്ഞു ഒരു ചാപ്പൽ പണിയാനായിട്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ബോധ്യം തന്നുകൊണ്ടിരുന്നു സമയമാകട്ടെ എന്ന് പല വൈദികരും പറഞ്ഞു. അങ്ങനെ ഇരിക്കെ 2001 മാർച്ച് 24-ാം തീയതി എൻ്റെ ആത്മീയ പിതാവ് ഫോൺ ചെയ്ത് ഇങ്ങോട്ട് പറഞ്ഞു: റാണി, ഞാൻ വേളാങ്കണ്ണിയിൽ പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം സമർപ്പിക്കാനാണ് പോകുന്നത്. റാണിയുടെ അടുത്ത് പരിശുദ്ധ അമ്മ മംഗളാവാർത്ത തിരുനാളിനോടനുബന്ധിച്ച് ഇന്നോ നാളെയോ വരുവാണെങ്കിൽ അബ്രാഹച്ചൻ പറഞ്ഞ നിയോഗത്തിന് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ കാണുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുള്ളിലുണ്ടാവും. പക്ഷേ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചോദിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം പരിശുദ്ധ അമ്മയുടെ ആ ആത്മീയ സൗന്ദര്യം, അമ്മയുടെ ശിരസ് മുതൽ പാദം വരെ ഒരു സെക്കൻഡിൽ കൂടുതൽ ഒരു പോയിന്റിലേക്ക് നോക്കാൻ പറ്റില്ല. ആ പ്രകാശവലയത്തിൽ ആ സ്നേഹവാത്സല്യത്തിലുമായിരിക്കുമ്പോൾ അമ്മ പറഞ്ഞു തരുന്നത് എഴുതുക എന്നതൊഴികെ ഒന്നും ചോദിക്കാൻ സാധിക്കാറില്ല. ചോദിക്കേണ്ട ആവശ്യമില്ല. ചോദിക്കാൻ ആഗ്രഹിക്കുന്നതിന് അമ്മ മറുപടി തന്നിരിക്കും.
ആ 24-ാം തീയതി അബ്രാഹച്ചൻ പറഞ്ഞൊരു കാര്യവും എൻ്റെ ഒരു പേഴ്സണൽ കാര്യവും വേറൊരു വൈദികൻ പറഞ്ഞിട്ടുള്ളൊരു പിതാവ് പറഞ്ഞിട്ടുള്ളൊരു കാര്യവും പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. കാണുമ്പോൾ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സാധിക്കുമെന്നറിയില്ല. അങ്ങനെ 24-ാം തീയതി രാത്രി 12 മണി, 25-ാം തീയതി ആയി മംഗളാവാർത്ത തിരുനാളിൻ്റെ ആ ദിവസം, ആ സമയം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ എഴുതിപ്പിക്കാൻ വന്നു. അമ്മ സന്ദേശങ്ങൾ എഴുതിപ്പിച്ച് കഴിഞ്ഞപ്പം ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചു. 3 കാര്യത്തിന് അമ്മ മറുപടി തന്നു. അബ്രാഹച്ചൻ ചോദിച്ച കാര്യം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അച്ഛൻ എന്നോട് കാര്യം പറഞ്ഞില്ലായിരുന്നു. അബ്രാഹച്ചൻ പറഞ്ഞ കാര്യത്തിന് എന്ത് ഞാൻ ഉത്തരം കൊടുക്കണം എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഈ ഡോറ് വഴി അങ്ങോട്ട് നടക്കുന്നത് ഞാൻ കണ്ടു. ഞാനും അമ്മയുടെ ഒപ്പം പോയി. അമ്മ പോയി ആ തൊഴുത്തിൽ മുട്ടുകുത്തി 2 കരങ്ങളും പരിശുദ്ധ അമ്മ വിരിച്ചു പിടിച്ച് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ആ പ്രാർത്ഥനയുടെ വേളയിൽ അമ്മയുടെ 2 കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി ആ തൊഴുത്തിലേക്ക് പതിക്കുന്നതും ഞാൻ കണ്ടു. ആ കണ്ണുനീർ മുത്തുകൾ മാലാഖമാർ വന്ന് എടുത്തിട്ട് ഓരോ ചെങ്കല്ല് പോലെ, ഓരോ ഇഷ്ടിക പോലെയായി അത് മാലാഖമാരുടെ കയ്യിൽ. അത് വെച്ച് ഇപ്പോൾ കാണുന്ന ചാപ്പലിൻ്റെ രൂപം. എന്നിട്ട് അമ്മ തിരിഞ്ഞ് എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞേ, ഇത് പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. ആ അനുഭവത്തിന് ശേഷം പിറ്റേ ദിവസം വെളുപ്പിന് 5:30 ആയപ്പം അച്ഛൻ വിളിച്ചു വേളാങ്കണ്ണിയിൽ നിന്ന്. അച്ഛൻ 3 ദിവസമായിട്ട് അവിടെ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു പോയിരിക്കുക. അച്ഛൻ വിളിച്ച് ചോദിച്ചു, അമ്മ എന്ത് ഉത്തരം പറഞ്ഞു? ഞാൻ പറഞ്ഞു, അച്ഛാ, അച്ഛൻ്റെ നിയോഗത്തെക്കുറിച്ച് ചോദിച്ചപ്പം അമ്മ ഇങ്ങനെയാണ് കാണിച്ചു തന്നെ. അച്ഛൻ ഉറക്കെ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, റാണി, ഒരു കൺഫർമേഷന് വേണ്ടിയാണ് ഞാൻ നിയോഗം പറയാതിരുന്നത്. എൻ്റെ മനസ്സിലുണ്ടായ നിയോഗം ഒരു ചാപ്പൽ പണിയണമോ വേണ്ടയോ എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ ഇത്രയ്ക്ക് വ്യക്തമായി ബോധ്യം തന്ന നിലയ്ക്ക് നമുക്ക് അഭിവന്യ പിതാവിനോട് ആലോചിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി അത് പണിയാം. അങ്ങനെ അതിനുള്ള പരിശ്രമങ്ങൾ തുടങ്ങി. 1,00,000 ജപമാല കൂട്ടായ്മയിലുള്ളവരും മറ്റുള്ളവരുമായി ചേർന്ന് അർപ്പിച്ചു. നിയോഗത്തിന് വേണ്ടി അനേകം ദിവ്യബലികൾ അർപ്പിച്ചു. എന്നിട്ട് അഭിവന്യ പിതാവിൻ്റെ അനുവാദത്തോട് കൂടെ തന്നെ ഈ ചാപ്പൽ പണിയാനായിട്ട് ദൈവം അനുവദിച്ചു. ചാപ്പൽ പണിത് അതിൻ്റെ കോൺക്രീറ്റിൻ്റെ അന്ന് പെരും മഴയാണ്. കോൺക്രീറ്റ് മെഷീനെല്ലാം വന്നു. കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ റെഡിയായിരിക്കുമ്പോൾ പെരും മഴ. കോൺക്രീറ്റ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഹൈന്ദവ സഹോദരങ്ങളാണ് കൂടുതലും. അവർ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്ന അമ്മയുണ്ടല്ലോ, ആ അമ്മയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ, നിങ്ങളുടെ യേശുവിന് ശക്തിയുണ്ടെങ്കിൽ ഈ മഴ നിൽക്കട്ടെ, ഞങ്ങളതൊന്ന് കാണട്ടെ എന്ന്. എൻ്റെ സഹോദരങ്ങളെ, ഞങ്ങൾ മുട്ടുകുത്തി കൈവിരിച്ച് ജപമാല ചൊല്ലി. ഒരു 53 മണി ജപം ചൊല്ലുന്ന സമയത്ത് ഇതിൻ്റെ എൻജിനീയറും ഈ പണി നടത്തുന്ന ആ വ്യക്തിയും ടാർപോളിൻ എടുക്കാൻ വേണ്ടി ബൈക്കിൽ പോയി. അവർ മഴക്കോട്ടൊക്കെ ഇട്ടിട്ട് പോയി. തിരിച്ച് ഒരു പെട്ടി ഓട്ടോറിക്ഷയിലാണ് ടാർപോളിൻ കൊണ്ടുവരുന്നത്. അവർ കണ്ട കാഴ്ച എന്തെന്നോ, മുട്ടുകുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിരിച്ച കരങ്ങളും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും കണ്ടപ്പോൾ അവർ നോക്കി എന്തോ അത്ഭുതം സംഭവിച്ചതുപോലെ ഞങ്ങൾ അത്ഭുതം അനുഭവിക്കുകയായിരുന്നു. ജപമാലയുടെ 5 ദിവ്യരഹസ്യങ്ങളും കഴിഞ്ഞതോടുകൂടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത രീതിയിൽ ഈ 6.25 സെൻറ്റ് സ്ഥലത്ത് ഒരു തുള്ളി മഴ പെയ്യുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പുറത്ത് ഈ ടാർപോളിൻ എടുക്കാൻ പോയവർ നനഞ്ഞ് കുതിർന്നാണ് വന്നത്. അവർ ടാർപോളിൻ മാറ്റി വെച്ചിട്ട് പറഞ്ഞു, ജീവിക്കുന്നു ദൈവം, സത്യമായിട്ടും പരിശുദ്ധ അമ്മയ്ക്ക് ശക്തിയുണ്ടെന്ന്. കോൺക്രീറ്റ് തുടങ്ങി. വളരെ ഭംഗിയായി അത് നിർവഹിച്ചു. 6 മണിക്കൂറുകൾക്ക് ശേഷം ഒരു ചാറ്റൽ മഴ കിട്ടി. അത് അതിനാവശ്യമാണെന്ന് അവർ പറയുകയുണ്ടായി. പരിശുദ്ധ അമ്മയുടെ മേലങ്കി വിരിച്ച് ജപമാല എന്ന ആയുധം ശക്തമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ മേലങ്കി വിരിച്ച് മഴയെ തടഞ്ഞ അനുഭവം. ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ പുറത്തോട്ട് നോക്കുമ്പോൾ ഈ പാടത്തെല്ലാം വെള്ളമാണ്, വലിയ മഴയാണ് പെയ്യുന്നത്. പക്ഷേ
അമ്മയുടെ ആലയത്തിന്, അമ്മയ്ക്കും ഈശോയ്ക്കും വസിക്കാനുള്ള ആലയത്തിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടത്താൻ വിശുദ്ധ യൗസേപ്പ് പിതാവ് ഉൾപ്പെടെ എല്ലാ വിശുദ്ധരും ഇവിടെ ഉണ്ടായിരുന്നു. ആ പണി വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ അനുവദിച്ചു. പരിശുദ്ധ അമ്മയുടെ നാമം മഹത്വപ്പെടട്ടെ. ഈശോയ്ക്ക് എന്നും ആരാധനയുണ്ടായിരിക്കട്ടെ.